യു എസുമായി ഒരു ന്യൂക്ലിയർ ഡീലിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല. അത് ബിയോണ്ട് ദ റിപ്പയർ എന്നൊരു വാക്കാണ് ഇപ്പോൾ മാധ്യമ ലോകം പറയുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയും എന്ന ചിന്ത പോലും തെറ്റാണ്. ഇറാനും യു എസും തമ്മിൽ ഇനി ഒരു ന്യൂക്ലിയർ ഡീലിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്ന് ഇറാന്റെ പരമോന്നതകാരിയായ അയത്തുള്ള അലി ഖമനേയി വ്യക്തമാക്കുന്ന സാഹചര്യമാണ്. അതിന് കാരണമാകുന്നത് ഇസ്ഫഹാനും ഫോർദോയും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെല്ലാം ഒരേ സമയം ആക്രമിക്കാൻ പതിയിരിക്കുകയും മറ്റ് വിഷയങ്ങളിലേക്ക് സമാധാനപരമായി ചർച്ച ചെയ്യാം എന്ന് പറയുകയും ചെയ്യുന്നതിൽ ഒരർത്ഥവുമില്ല. ഒരേ സമയം ഇസ്രയേലിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് ആക്രമിക്കാൻ ഇസ്രയേലിന് കൃത്യമായി ഉപദേശം നൽകുകയും മറ്റൊരറ്റത്ത് സമാധാനത്തിൻ്റെ ദൂതനാണ് താൻ എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്യുന്നു. ഇതെന്ത് തരം നയമാണ്? ഒരിടത്ത് ഉക്രൈനുമായി സമാധാന കരാറിലേക്ക് പോകണമെന്ന് റഷ്യയോട് ആവശ്യപ്പെടുന്ന അതേ ട്രംപ് ഗാസയിൽ മനുഷ്യജീവനുകളെ ഹനിക്കുന്ന ഇസ്രയേലുകാരോട് എല്ലാ രീതിയിലും സഹായം നൽകിക്കൊണ്ട് കൂടുതൽ ശക്തമായി ഗാസയെയും ഫലസ്തീനെയും ആക്രമിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെയുള്ള ഇരട്ടത്താപ്പുള്ള അമേരിക്കയുമായി യു എസുമായി ഒരു ഡീലിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല, തൻ്റെ മനസ്സാക്ഷി അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആദ്യമൊക്കെ ഇറാനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നീക്കുപോക്കുകൾ നടക്കും എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുകയും ആയത്തുള്ള അൽ ഖമനേയി ആ കാര്യങ്ങൾ വ്യക്തമായും നടക്കേണ്ട മുറയ്ക്ക് നടക്കും, യു എസുമായി വീണ്ടും ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് സാഹചര്യങ്ങൾ. കാരണം ഇതിൽ എന്താണ് പ്രതിവിധി? കാരണം അത്രയേറെ ഇറാനെ കടന്നാക്രമിച്ചുകൊണ്ട്, ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെ ആക്രമിച്ചുകൊണ്ട് ഇറാൻ ആണവ ആയുധം ഉണ്ടാക്കാൻ ശ്രമിക്കുകയല്ല ചെയ്തത്. ആണവ സമ്പുഷ്ടീകരണം, എൻറിച്ച്മെൻറ്റ് ഏകദേശം 60% അടുത്തേ നിൽക്കുന്നുള്ളൂ. കൃത്യമായി പറഞ്ഞാൽ 75-80 കഴിയുമ്പോഴാണ് ഭയം തോന്നേണ്ടത്. കാരണം ആണവ എൻറിച്ച്മെൻറ്റ്, അതായത് ആണവ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കാതലായ ഒരു പരിവർത്തനത്തിലേക്ക് ഇറാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ അപ്പോൾ പറയാം. പക്ഷെ അതല്ല അമേരിക്ക ചെയ്തത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ നശിച്ചു കാണണം എന്ന രീതിയാണ്. അതിനോട് ഒരു രീതിയിലും അനുഭാവപൂർവ്വം പരിഗണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയുമായി യാതൊരു വിധത്തിലുള്ള ചർച്ചയും തൽക്കാലം നിലനിൽക്കുന്നില്ല. ഒരേ സമയം റഷ്യയുടെ സഹായം പറ്റുകയും അതേസമയം തന്നെ അമേരിക്കയുമായി ഒരു കോംപ്രമൈസ് ചർച്ചയിലേക്ക് പോവുകയും ചെയ്യുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന തിരിച്ചറിവാണ് പരമോന്നതകാരി സുപ്രീം ലീഡറായ ഖമനേയിക്ക് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഖമനേയി പറഞ്ഞിരിക്കുന്നത് ചർച്ചകൾക്ക് താൽക്കാലിക വിരാമം. കാരണം ഇസ്രയേലിൻ്റെ നാണം കെട്ട കളികൾക്ക് വളം വെച്ചു കൊടുക്കുന്ന അമേരിക്ക ഇതും ഇതിനപ്പുറവും ചെയ്യും. അങ്ങനെയുള്ളവരുമായി ഡീൽ നടത്തുന്നത് തെറ്റാണ്. ആദ്യം അമേരിക്കയുടെ സ്റ്റാൻഡ് വ്യക്തമാക്കട്ടെ. എന്തിനു വേണ്ടിയാണ് ഡീൽ? സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടി അമേരിക്ക എന്ത് രീതിയിലുള്ള മുൻകൈ എടുക്കും? ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളെ തല്ലി തകർക്കാൻ നാലുപാട് ശ്രമിക്കുന്നവരുമായി ഒരു ഡീൽ വേണ്ട. ഖമനേയി വീണ്ടും വ്യക്തമായ നിലപാട് പുറപ്പെടുവിച്ചിരിക്കുന്നു.